ഹേ ഗായ്സ്, ശ്രീ ഹിയർ. വിയേർഡ് സെറ്റപ്പാണെന്ന് എനിക്കറിയാം, സ്റ്റുഡിയോയിലല്ല ആൻഡ് പെർഫ്യൂം ഒന്നുമില്ല സ്റ്റാർട്ട് ചെയ്യാൻ. ബട്ട് ഐ മീൻ ദ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ഓഫ് കൊളുത്തൂപ്പുഴ. ആൻഡ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ദി ബെസ്റ്റ് ബിഗിനർ ക്യാമറ. എന്നെ സംബന്ധിച്ചൊരു ബിഗിനർ ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനിപ്പം ഒരു പ്ലാറ്റ്ഫോമിൽ 2000 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ച് എത്തി. അതൊരു വലിയൊരു തുകയാണ് എന്നെ സംബന്ധിച്ച്. അവിടെ എത്തിയെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ക്യാമറ കാരണം ആ ക്യാമറയുടെ കേപ്പബിലിറ്റീസും എല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ക്യാമറ ഏതാണ്? 4K 24 FPS 8-bit അത്യാവശ്യം ഫ്ലാറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് കിട്ടും. 16 MP അടിപൊളി സെൻസർ, ലെജൻഡറി കളർ പ്രൊഫൈൽ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അൺബെയറബിൾ റിലയബിലിറ്റി ആൻഡ് എന്താ പറയുക ഡിസ്പ്ലേ ക്വാളിറ്റിയും ഇമേജ് സെൻസറും ബാക്കിയെല്ലാം സൂപ്പർബ്. ഇതെല്ലാം നിങ്ങൾക്കൊരു അണ്ടർ 40,000 ഒരു സെറ്റപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാൻ പോവാം. ഐ ആം ടോക്കിംഗ് അബൌട്ട് ലൂമിക്സ് G7. ഈ ക്യാമറയെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് സംസാരിക്കാം. ആൻഡ് ഞാനൊരു 5 വർഷം മുന്നേ പർച്ചേസ് ചെയ്ത ക്യാമറ സ്റ്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഞാൻ സോണി മനഃപൂർവ്വം വിട്ടുപിടിച്ചതാണ്. ബാക്കിയുള്ള എല്ലാ ക്യാമറ ഞാൻ വിട്ടുപിടിച്ച് ഞാൻ എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ബിഗിനർ ക്യാമറ ഈസ് ലൂമിക്സ് G7. സോ ഗൈസ്, ഇതിൻ്റെ കേപ്പബിലിറ്റീസ് ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ തള്ളുമല്ലാതെ ഇതിൻ്റെ കേപ്പബിലിറ്റീസ് ഞാൻ ഇവിടെ ചുമ്മാ നിന്ന് തള്ളുമല്ലാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുക ഹൗ കേപ്പബിൾ ദിസ് മെഷീൻ ഇസ്. നമുക്ക് നോക്കാം. കേട്ടോ സോ ഗൈസ്, ബിഫോർ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒരു ബിഗിനർ ക്യാമറ എത്രത്തോളം ഒരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഈ നിലയിൽ ഇപ്പോൾ നിൽക്കുന്നതും ഞാൻ ഒരുപാട് ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ടുള്ളതും ഞാൻ ഒരുപാട് എഡിറ്റും കാര്യങ്ങളും എല്ലാം കളറും ഉൾപ്പെടെ എല്ലാം പഠിച്ചത് ഈ ക്യാമറയിലൂടെ. ഒരു ബിഗിനർ ക്യാമറയാണ് നിങ്ങൾക്ക് എയ്തർ മേക്ക് ഓർ ടേക്ക് എന്ന് പറഞ്ഞൊരു പോളിസി വരാൻ പോലെ. നിങ്ങളുടെ പാഷനാണോ, അതോ നിങ്ങൾക്കത് ഹോബിയായിട്ട് എടുക്കാമെന്നോ, അതോ നിങ്ങളുടെ ജോലിയും അതോ നിങ്ങൾക്ക് ലൈഫ് ഫോട്ടോഗ്രാഫി ബേസ്ഡ് ആണോ എന്നോ വീഡിയോഗ്രാഫി ബേസ്ഡ് ആണോ എന്ന് നിങ്ങളുടെ ബിഗിനർ ക്യാമറയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ചൂസിങ് യുവർ ഫസ്റ്റ് ക്യാമറ എപ്പോഴും വൈസ് ഡിസിഷൻ ആയിരിക്കണം. ജനറൽ ട്രെൻഡ് നോക്കി എല്ലാവരും എടുക്കുന്ന നോക്കി ഒരിക്കലും എടുക്കില്ല. നിങ്ങളുടെ പ്രയോറിറ്റീസ് സ്ട്രൈറ്റ് അപ്പ് ചെയ്യണം. ഞാൻ ലൂമിക്സ് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും സിമ്പിൾ ടു യൂസ് മെക്കാനിക്സ് ഇതിനകത്ത്. സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വിത്തിൻ 3 days ഒരു പ്രോ ആവാം. മൂന്നാമത്തെ റിലയബിലിറ്റി, ഡെഡ് ഓൺ സ്പോട്ട് റിലയബിലിറ്റി. 5 വർഷമായിട്ടുണ്ട് ഒരു SD കാർഡ് വെച്ച് തന്നെ ഫീൽ അല്ലാതെ ഇതുവരെ ഒരു വട്ടം പോലും ക്യാമറയുടെ കേപ്പബിലിറ്റീസ് തന്നെ ഫീൽ ചെയ്തിട്ടില്ല. either ഞാനത് ഒരു വലിയ സെറ്റിലും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രീലാൻസ് 200, 10, 50 രൂപയ്ക്ക് ഫോട്ടോ എടുത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാ വേഴ്സൺ ഏരിയയിലും ഈ ക്യാമറ ഭയങ്കര വേഴ്സിറ്റില്ല. ആൻഡ് മൂന്നാമത്തെ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത കാര്യങ്ങൾ, ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എപ്പോഴും ആൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല ക്യാമറേനെ. ചീപ്പ് ലെൻസസ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ലെൻസ് നിങ്ങൾക്ക് ഈ സെയിം ക്വാളിറ്റി വേറെ എന്താ പറയുന്ന സോണിയിലോ നിക്കോണിലോ ക്യാനണിലോ ഒക്കെ കിട്ടുന്ന 10, 12 അതിൽ മുകളിൽ പോകണം. ഇതിൻ്റെ ഹൈലൈറ്റർ ഓഫും കാര്യങ്ങളും എല്ലാം പക്ക ലെൻസാണ്. ഞാനിത് 5500 രൂപയ്ക്ക് മേടിച്ചാൽ ദി ചീപ്പസ്റ്റ് ലെൻസ് സെലക്ഷൻ ഉള്ളത്. കമോൺ ഗൈസ്, ഇതിൽ കൂടുതലൊരു ബിഗിനറിന് എന്ത് ബെനിഫിറ്റാണ് ഞാൻ ഓഫർ ചെയ്യാനുള്ളത്? ദാറ്റ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ലൂമിക്സ് G7 ഈസ് വെരി കേപ്പബിൾ. അതിൻ്റെ സെൻസർ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും ഫോട്ടോ ക്വാളിറ്റി ആണെങ്കിലും 8 frames മെക്കാനിക്കലി നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇംപ്രസീവ്. നിങ്ങൾക്ക് കിടിലം ഡൈനാമിക് റേഞ്ച് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ചൊന്നും കമ്പയർ ചെയ്യില്ല. ആൻഡ് ബാറ്ററി ലൈഫ് എന്ന് വെച്ചാൽ അന്യായം. നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസ് ഓഫ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് എക്സെപ്ഷണൽ ബാറ്ററി ലൈഫ്. പിന്നെ സോണിയുടെയും നിക്കോണിൻ്റെയും ക്യാനണിൻ്റെയും കമ്പയർ ചെയ്ത് ബെറ്റർ ഇൻബിൽട്ട് ഓഡിയോ റെക്കോർഡ് ഔട്ട്പുട്ടും ഒക്കെ ഹയർ ആയിട്ട് എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ലൂമിക്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഷോക്കായിരിക്കും, ഇൻ ഫോർ എ ട്രീറ്റ്. കാരണം ഇത് അത്യാവശ്യം ഓൾഡായിട്ടൊരു ക്യാമറയാണ്. 5 കൊല്ലം അടുപ്പിച്ച് മുന്നേ ഇറങ്ങിയ ഒരു ക്യാമറ. ഞാൻ എടുത്ത ക്യാമറ ഇപ്പോഴും നിങ്ങൾ ബിഗിനേഴ്സിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എൻ്റെ അടുത്ത് ചോദിച്ചാൽ സിംപ്ലി ദ പ്രൈസ്. നിങ്ങൾക്കിത് കിട്ടുന്ന പ്രൈസ് വാല്യൂ സൂപ്പർബാണ്. സൂപ്പർബ് എന്നൊക്കെ പറഞ്ഞാൽ സോ വേറെ ഏത് ക്യാമറ നിങ്ങൾക്ക് അണ്ടർ 30-35,000 രൂപ 8-bit ഓൾമോസ്റ്റ് ലോഗ് ഫുട്ടേജ് സീനിലേക്ക് ഡീൽ നിങ്ങൾക്ക് അത്യാവശ്യം കളർ ഗ്രേഡ് ചെയ്ത് 4K 24 frames റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറ പറയാം. ആൻഡ് അതും എക്സ്റ്റെൻസീവ് ബാറ്ററി ലൈഫും ഓട്ടോ ഫോക്കസും കൂടെ. ടു ബി ഓണസ്റ്റ്, ലുമിക്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെ ഓട്ടോ ഫോക്കസ് തന്നെയാണ്. അത് തന്നെയാണ് എന്നെ മാനുവൽ ഫോക്കസിൽ ഒരു നല്ല ആളാക്കിയത്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന മാനുവൽ ഫോക്കസാണ്. ഞാൻ ഫോക്കസ് റാക്കിങ്ങും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ടുണ്ട്. ലുമിക്സിൻ്റെ മാനുവൽ ഫോക്കസ് ലെൻസസ് ഇതിന് പ്രത്യേകിച്ച് മൈക്രോ ഫോർ തേർഡ് സെൻസർ ആയതുകൊണ്ട് യു ക്യാൻ ഗെറ്റ് റിയലി ഗുഡ് വേഴ്സിറ്റിലിറ്റി.
ആ വേഴ്സിറ്റിലിറ്റിയിൽ ഒരുപാട് ലെൻസ്, ഒളിമ്പസിൻ്റെയും നിക്കോണിൻ്റെ പഴയ വിൻറ്റേജ് ലെൻസ്, ഇപ്പോൾ ഡ്യൂൺ ട്യൂബ് പോലുള്ള സിനിമകൾ വരെ ഷൂട്ട് ചെയ്ത് വിൻറ്റേജ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. സോ ദർ ഇസ് എ ട്രെൻഡ് ഗോയിങ് ബാക്ക്. നിങ്ങൾക്ക് ചില സമയത്ത് എനിക്ക് ഈ ലെൻസിൽ നിന്ന് 7 ആർട്ടിസൻസിൻ്റെ ലെൻസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഷാർപ്നെസ് അല്ല, ആ ഒരു റോൾ ഓഫ് ഇമേജ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ആൻഡ് റോളിംഗ് ഷട്ടറിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ അത്യാവശ്യം വെൽ കണ്ടെയ്ൻഡ് ആണ് ഈ ക്യാമറയിൽ. ബാക്കിയുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്കാം. ആൻഡ് ദ റീസൺ വൈ ഐ സജസ്റ്റ് യു ദിസ് ദി മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈസ് ഓഫ് യൂസും നിങ്ങൾക്ക് ഇത് തരുന്ന ഒരു സ്പേസ് ഉണ്ട് ഈ ക്യാമറ. എനിക്ക് സോണിയിലൊന്നും ഒരിക്കലും ആ സ്പേസ് തോന്നിയിട്ടില്ല. പക്ഷേ പ്രോബബ്ലി എൻ്റെ നെക്സ്റ്റ് അപ്ഗ്രേഡ് ഒരു കാനണിലോ ഒരു സിനിമ ക്യാമറ ലൈനപ്പിലായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിലോ ആയിരിക്കാം. കാരണം ഐ ഹാവ് ലേൺഡ് എവറി സിംഗിൾ തിങ് അബൌട്ട് ഫിലിം മേക്കിങ്ങും കാര്യങ്ങളോ. അതിനെക്കുറിച്ചൊക്കെ ഇച്ചിരി ആണെങ്കിലും എനിക്കെല്ലാം പഠിക്കാൻ പറ്റി, എനിക്കെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ ഇത്. ഓട്ടോ ഫോക്കസ് ഇല്ലായ്മ പോരായ്മ തന്നെയാണ്, പക്ഷേ അത് എന്നെ ഒരുപാട് നല്ലോണം ഒരു ബെറ്റർ മാനുവൽ ഫോക്കസ് ഉപയോഗിച്ചൊരു ക്രിയേറ്റർ ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഓട്ടോ ഫോക്കസ് ഇല്ലാത്തതിന് വേണ്ടി കുറ്റം പറയല്ല. നിങ്ങൾക്ക് ഏത് പ്രോ ലെവലോ സിനിമ ക്യാമറയിലും ഓട്ടോ ഫോക്കസും കാര്യങ്ങളും ഒന്നും കിട്ടുന്നതല്ല. ലെറ്റ് മീ ടെൽ യു സോ സ്ട്രൈറ്റ് അപ്പ് ഫ്രാങ്ക്, Lumix G7 is a really good and niche of a camera. That is it guys. ഇത്രയേ ഉള്ളൂ. Love you guys. Stay tuned.